CPM-ന്റെ ഗൃഹസമ്പർക്ക പരിപാടിക്ക് പാർട്ടിയുടെ പെരുമാറ്റച്ചട്ടം. പരിപാടിയിലൂടെ ശബരിമല സ്വർണ്ണ കവർച്ചയെ ന്യായീകരിക്കാനാണ് നീക്കം. വീട് കയറുന്നവർക്ക് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തി CPM സർക്കുലറിന്റെ പകർപ്പ് പുറത്ത്. ജനങ്ങളുമായി തർക്കിക്കാൻ നിൽക്കരുത്, പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടിയെന്ന് പറയാനും പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലർ നിർദ്ദേശം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദിഷ്ണ സുരേഷ് ചേരുകയാണ്. ദിഷ്ണ, വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞു സർക്കാർ, ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വീട് കയറിയുള്ള സന്ദർശന പരിപാടിക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്, അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? KP സൂചിപ്പിച്ചതുപോലെ തന്നെ അടിക്കടി ഉണ്ടാകുന്ന ഭരണ തകർച്ചയൊക്കെ തന്നെയും CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് നമുക്ക് അഭിപ്രായപ്പെടാൻ സാധിക്കുന്നത്. വീട് കയറുന്നവർക്ക് പെരുമാറ്റച്ചട്ടവുമായാണ് CPM രംഗത്ത് വന്നിരിക്കുന്നത്. ഗൃഹസമ്പർക്ക പരിപാടിക്കാണ് പാർട്ടിയുടെ ഒരു പെരുമാറ്റച്ചട്ടം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങളുമായി ഒരു വിഷയത്തിലും തർക്കിക്കാൻ നിൽക്കരുത് എന്നൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് കയറി വാദിക്കുവാനോ അല്ലെങ്കിൽ അതിന് മറുവാദം നടത്തുവാനോ ആരും തന്നെ തയ്യാറാവരുത്. അതോടൊപ്പം ക്ഷമാപൂർവ്വം മറുപടി നൽകണം. വീടിനകത്ത് കയറി ജനങ്ങളുമായി സംസാരിക്കുകയും ഈ കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അതിന് മുന്നോടിയായ ചില ട്രെയിനിങ് പരിപാടി പോലെയാണ് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റച്ചട്ടം പാർട്ടി പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ പത്മകുമാറുമായി നമുക്കറിയാം സ്വർണ്ണക്കൊള്ള വിഷയമൊക്കെ തന്നെയും വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയായി. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അതൊന്നും ബാധിച്ചില്ല എന്ന് പറയുമ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ ഈ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. ആ നടപടിയെടുക്കാത്തതിനെ സംബന്ധിച്ച പാർട്ടിക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെട്ടതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഗൃഹസമ്പർക്ക പരിപാടിയിൽ ഉയർന്നു വരികയാണെങ്കിൽ ഉചിതമായ സമയത്ത് നടപടി എടുക്കുമെന്ന് തന്നെയാണ്. സ്വാഭാവികമായും ചില ചോദ്യങ്ങളല്ല, പല ചോദ്യങ്ങൾ അണികൾക്ക്, പ്രവർത്തകർക്ക്, ജനങ്ങൾക്ക് ഇവരോട് ചോദിക്കാറുണ്ട്. കാരണം ഈ തന്ത്രിയെ എന്തുകൊണ്ട് വേഗത്തിൽ അറസ്റ്റ് ചെയ്തു? എന്തുകൊണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു? പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടി ഉണ്ടാകുന്നില്ല? ഇങ്ങനെ നീണ്ടു പോവുകയാണ് ആ ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, ഉത്തരം പറയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് തർക്കിക്കാൻ നിൽക്കരുത് എന്നും ഈ സർക്കുലറിൽ പറയുന്നത്, അല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഉയർന്നു വരുന്ന സംശയങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാവരുത് എന്ന് തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്ന പെരുമാറ്റച്ചട്ടത്തിലുള്ളത്. പ്രധാനമായും വീടിനകത്ത് കയറി വേണം ജനങ്ങളുമായി സംസാരിക്കാൻ. അതോടൊപ്പം തന്നെ പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടിയെടുക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഈ പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ RSS-നും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരായ വിമർശനങ്ങൾ അത് വിശ്വാസികൾക്കെതിരല്ല, മറിച്ച് അവർക്ക് മാത്രമായി എതിരായ ഒരു കാര്യമാണ്. അത് വിശ്വാസി സമൂഹത്തിനോടൊപ്പം തന്നെയാണ് ഈ CPM ഉള്ളത് എന്ന രീതിയിൽ ഈ ഗൃഹസമ്പർക്ക പരിപാടി മാറ്റി തീർക്കണം എന്നൊരു കാര്യം തന്നെയാണ് ഈ പെരുമാറ്റച്ചട്ടത്തിലൂടെ പറയുന്നത്. പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലറിലെ നിർദ്ദേശങ്ങളാണ് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണക്കവർച്ച വലിയ രീതിയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതിഫലിച്ചിരുന്നു എന്നത് തന്നെയാണ്. പക്ഷെ അതൊരിക്കലും പാർട്ടി അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ അത് അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പ്രതിഫലിക്കും എന്നൊരു ഭയം കൂടി CPM-നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായും ഏറ്റവും എടുത്തു പറയുന്നത്, ജനങ്ങളുമായി ഒരു തർക്കത്തിന് മുതിരരുത്, അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിവയ്ക്കുന്ന രീതിയിൽ ഈ ഗൃഹസമ്പർക്ക പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം. വിശ്വാസി സമൂഹത്തിനോടൊപ്പമാണ് CPM എന്ന രീതിയിൽ വലിയ രീതിയിൽ ഈ പരിപാടിയെ വിജയകരമായി മാറ്റുക എന്നൊരു ലക്ഷ്യമാണ് CPM-നുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പല ചോദ്യങ്ങളും ജനങ്ങൾക്കിടയിൽ പല കോണിൽ നിന്നും പ്രധാനമായും ഉയർന്നു വരും. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു, പ്രധാനമായ മുൻനിരയിലുള്ള ആളുകൾ പോലും ഇപ്പോഴും പുറത്ത് സുഖമായി നിൽക്കുന്ന ഒരു സാഹചര്യം, എന്തുകൊണ്ടാണ് പത്മകുമാറിനെ പാർട്ടി തള്ളാത്തത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്ന് തന്നെയാണ് പാർട്ടി ഇപ്പോൾ ഈ ഗൃഹസമ്പർക്ക പരിപാടിയിലൂടെ പഠിപ്പിക്കുന്നത്. യാതൊരു തരത്തിലുള്ള തർക്കത്തിൽ നിൽക്കരുത്, ജനങ്ങൾ പറയുന്നത് ക്ഷമാപൂർവ്വം കേൾക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കീഴ്ഘടകങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ പാർട്ടി പുറപ്പെടുവിച്ചിട്ടുള്ളത്. KP
യെസ്, CPMന്റെ ഗൃഹസമ്പർക്ക പരിപാടിക്ക് പാർട്ടിയുടെ പെരുമാറ്റച്ചട്ടം. പരിപാടിയിലൂടെ ശബരിമല സ്വർണ്ണക്കൊള്ളിയെ ന്യായീകരിക്കാനാണ് നീക്കം. വീട് കയറുന്നവർക്ക് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയിരിക്കുകയാണ് CPM. ഒരു തരത്തിലും തർക്കിക്കാൻ നിൽക്കരുത്, ഉത്തരം പറയാനും നിൽക്കരുത്, കാരണം ഉത്തരമില്ല CPMന്. വിശദാംശങ്ങളുമാണ് ദിസ്ന സുരേഷ് നൽകിയത്.